മൂന്നാമതും നാലാമതും കുട്ടികൾ ജനിച്ചാൽ സർക്കാർ പണം കൊടുക്കും. ഇത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വാർത്തയാണ്. സത്യമാണോ സർ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം അവിടുത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹം അതിന് അടിസ്ഥാനമായി പറയുന്ന കാര്യം ആന്ധ്രാപ്രദേശിലെ യുവാക്കളുടെ എണ്ണം കുറഞ്ഞു പോകുന്നു. ഈ സന്താന നിയന്ത്രണ ചട്ടങ്ങളും വ്യവസ്ഥകളും എല്ലാം പാലിച്ചു അവർ കൃത്യമായി ജനസംഖ്യാ നിയന്ത്രണ ഏർപ്പാടുകൾ ചെയ്തപ്പോൾ, ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണ സംവിധാനം ചെയ്തപ്പോൾ അവിടുത്തെ ജനങ്ങളിൽ വാർദ്ധക്യമുള്ളവർ കൂടുകയും യുവജന സമൂഹം കുറയുകയും ചെയ്തു. പിന്നെ ടോട്ടൽ പോപ്പുലേഷനും ഭയാനകമാം വിധം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ സ്ഥിതിയെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ആലോചിച്ചപ്പോൾ കൂടുതൽ രണ്ടിൽ കൂടുതൽ പ്രസവിക്കുന്ന കുടുംബങ്ങളിൽ ധനസഹായം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാനാണ് തീരുമാനം. അങ്ങനെയാണ് ഇന്നലെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. മൂന്നാമത്തെ കുട്ടിക്ക് നിലവിൽ 25,000 രൂപ രണ്ടാമത്തെ കുട്ടിക്ക് വരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ സഹായങ്ങൾക്ക് പുറമെയാണിത്. മൂന്നാമത്തെ കുട്ടിക്ക് 30,000 രൂപ പ്രസവിക്കുന്ന അന്ന് തന്നെ വീട്ടിലെത്തിക്കും. നാലാമത്തെ കുട്ടിയെയാണ് പ്രസവിച്ചതെങ്കിൽ ആ ദമ്പതിമാർക്ക് 40,000 രൂപ കൊടുക്കും. അതിനുശേഷം അവർക്ക് കഴിവുണ്ടെങ്കിൽ ഇന്നത് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഈ ലെവലിൽ ഇന്ത്യയിലൊരു സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് കുട്ടികളെ ജനനനിരക്ക് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഗവൺമെൻറ് ഇൻസെൻറ്റീവ് കൊടുക്കുന്നത്. കൂടാതെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കുട്ടികളുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ഫ്രീ. അതുമാത്രമല്ല, ഓരോ കുട്ടിക്കും 15,000 രൂപ രക്ഷകർത്താക്കൾക്ക് വിദ്യാഭ്യാസ ചെലവിനും അനുവദിക്കും. ഇത്രയും കാര്യമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർ, സാധാരണ ഇന്ത്യയിലെ പോപ്പുലേഷൻ കൂടുതലാണ്, നമ്മുടെ ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ പരാതി വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അസാധാരണമാണല്ലോ. ഇത് നമ്മുടെ 70കളിലെ ഒരു ആശയമാണ് ഇപ്പോൾ പ്രിയൻ പറഞ്ഞത്. കാരണം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് നമുക്ക് ജനസംഖ്യ ഒരു തലവേദനയായി തീർന്നത്. ഇന്ത്യയുടെ പോപ്പുലേഷൻ ബൂസ്റ്റ്, അനിയന്ത്രിതമായി ജനങ്ങൾ പെരുകുകയും അത്രയും റിസോഴ്സസും ഭക്ഷ്യധാന്യവും അടക്കം ഇവിടെ ഇല്ലാതെ വരികയും പട്ടിണിയും വ്യാപകമാകുകയും ചെയ്തപ്പോൾ നമുക്ക് രണ്ട് എന്ന മുദ്രാവാക്യവുമായിട്ട് ഫാമിലി പ്ലാനിങ്, തീവ്ര കുടുംബാസൂത്രണ പദ്ധതി ഇന്ത്യ മുഴുവൻ നടപ്പാക്കുക. അതിൻ്റെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടന്നത് കേരളത്തിലാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇരുന്ന് ഈ സംസാരിക്കുന്ന എറണാകുളം ജില്ലയായിരുന്നു അതിൻ്റെ ഒരു ആഗോള പരീക്ഷണശാല. ഇവിടെ അന്നത്തെ കളക്ടറായിരുന്ന എസ് കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ തീവ്ര കുടുംബാസൂത്രണ പദ്ധതി യുനെസ്കോയൊക്കെ അഭിനന്ദിച്ച തരത്തിൽ പ്രാവർത്തികമാക്കി. ദേശീയ ലക്ഷ്യത്തേക്കാൾ അപ്പുറത്തേക്ക് അച്ചീവ് ചെയ്തു. ആ തരത്തിൽ തീവ്രമായി ഫാമിലി പ്ലാനിങ് അഡോപ്റ്റ് ചെയ്ത ഒരു പ്രദേശമാണ് കേരളം. അന്ന് നമുക്ക് ജനങ്ങൾ ശാപമായിരുന്നു. ഇന്നങ്ങനെയല്ല. മാറിയ ലോകം, ഗ്ലോബലൈസേഷൻ 91-ന് ശേഷം നമുക്ക് ജനം അനുഗ്രഹമാണ്. കാരണം ജനങ്ങൾ പെരുകുന്നതനുസരിച്ച് അവരെല്ലാം കർമ്മോന്മുഖരാകുകയാണെങ്കിൽ അതെല്ലാം ഇൻകമാണ്. അതെ, ഹ്യൂമൻ റിസോഴ്സ്. അതെ, മാനവശേഷിയായി. അത് മന്ത്രാലയത്തിൻ്റെ പേര് തന്നെ അങ്ങനെ. അപ്പോൾ ലോകമെങ്ങും ജനസംഖ്യ ഒരു അനുഗ്രഹമായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു ജില്ലയിലെ ജനങ്ങൾ പോലും ഇല്ല ഒരു രാജ്യത്തിന്. എത്രയോ ചെറിയ രാജ്യങ്ങളിൽ ഇപ്പോൾ അവിടത്തേക്ക് ജനങ്ങൾ മലപ്പുറം ജില്ലയിലെ ജനങ്ങളെക്കാൾ കുറവാണ് 15 രാജ്യങ്ങളിൽ. ഇപ്പോൾ അയർലൻഡ്, ഫിൻലാൻഡ്, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഒക്കെ ഉള്ളത് നമ്മുടെ ഒരു ജില്ലയേക്കാൾ ചെറുതാണ്. അപ്പോൾ അമേരിക്കയിലെ ജനസംഖ്യ നമ്മുടെ യുപിയിലെ ജനസംഖ്യയുള്ളൂ. അത്രയും അമേരിക്ക ഇന്ത്യയേക്കാൾ എത്രയോ വിസ്തൃതമായൊരു രാജ്യവും 50 സ്റ്റേറ്റുള്ള രാജ്യവുമാണ്. അപ്പോൾ ആ തരത്തിൽ അവിടെ 35 കോടി ജനങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ യുപി അതിൻ്റെ അടുത്ത് കുറേ വരും. അപ്പോൾ ആ തരത്തിലാണ് നമ്മൾ ലോകത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ കൂടുതൽ ജനങ്ങളുള്ള രാജ്യമാണ്. പക്ഷേ ജനങ്ങൾ എത്ര കൂടുതൽ ഉണ്ടാകുന്നതും നമ്മുടെ ഉൽപ്പാദന മേഖലയ്ക്ക് ശക്തിയാണ്. കാരണം യൗവനയുക്തമായ ഒരു രാജ്യം, കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യം, അതാണ് ഭാവിയുടെ അസറ്റ്.
അപ്പോൾ അത്രയും പ്രയത്നശാലികളായ മനുഷ്യരും വിദ്യാസമ്പന്നരും സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ലേബറേഴ്സും ഉള്ള ഒരു സമൂഹമായിരിക്കും ഏറ്റവും ഉജ്ജ്വലമായി വികസിക്കുന്നത്. ആ അർത്ഥത്തിൽ ജനസംഖ്യ ഒരു അനുഗ്രഹമായിരുന്നു. കാരണം ഇത് 1970-കളിൽ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ഈ പോളിസിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ക്രൂസിഫിക്ഷൻ ഓഫ് ദി അൺബോൺ എന്ന പേരിൽ പ്രൊഫസർ ജഗന്നാഥ പണിക്കർ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ ഒരു പുസ്തകം എഴുതി, ഗർഭസ്ഥ ശിശുവിനെയും ക്രൂശിക്കൽ എന്ന്. ഫാമിലി പ്ലാനിങ്ങിന് വിരുദ്ധമായിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു. വത്തിക്കാനിലാണ് ആ പുസ്തകം പബ്ലിഷ് ചെയ്തത്. എന്നിട്ട് അത് കേരള സമൂഹം അന്നത്തെ ഒരു സാമ്പത്തിക കാഴ്ചപ്പാടിൽ ആ പുസ്തകം എതിരേറ്റില്ല. പ്രൊഫസർ ജഗന്നാഥ പണിക്കർ ഒരു എക്കണോമിക്സ് അധ്യാപകനും ആയിരുന്നു. അദ്ദേഹം ഇതിൻ്റെ സാമ്പത്തിക വശമാണ്, ഫാമിലി പ്ലാനിങ് സമ്പദ് ഘടനയുടെ വളർച്ചയ്ക്ക് ദോഷം ചെയ്യും എന്ന് മുൻകൂട്ടി കണ്ട് ഒരു തിയറി അവതരിപ്പിക്കുകയായിരുന്നു ഈ പുസ്തകത്തിലൂടെ. പക്ഷേ അത് ദേശീയ നയമായ കുടുംബാസൂത്രണത്തിനെതിരായതുകൊണ്ടോ എന്തോ നമ്മുടെ അന്നത്തെ ഈ സമൂഹം ആ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റിനെ അവഗണിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ജഗന്നാഥ പണിക്കർ എത്ര ദീർഘവീക്ഷണത്തോടെയാണത് കണ്ടിരുന്നതെന്ന് നമ്മൾ ആലോചിക്കുകയാണ്. അതാണിപ്പോൾ ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ഈ തരത്തിലൊരു ഇൻസെൻറ്റീവ്സ് കുടുംബങ്ങളിലെ ദമ്പതികൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. സാർ, പക്ഷേ ഇതിനകത്ത് 2 ചോദ്യങ്ങൾ എനിക്കുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കാര്യം. കേരളത്തിലും പോപ്പുലേഷൻ ഡിക്രീസിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ പോപ്പുലേഷൻ്റെ കണക്കുകളും അതിൻ്റെ തിയറിയൊക്കെ വെച്ചപ്പോൾ 4th സ്റ്റേജിലേക്കാണ് കേരളം പോകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതായത് കുറഞ്ഞ ജനനനിരക്കും കുറഞ്ഞ മരണനിരക്കും, അതാണ് എൻ്റെ ഫൈനൽ സ്റ്റേജ്. അങ്ങനെ വരുമ്പോഴത്തേക്കും മരണനിരക്ക് കുറയുമ്പോഴത്തേക്കും വൃദ്ധരായ ആൾക്കാർ കൂടും, ജനനനിരക്ക് കുറയുമ്പോഴത്തേക്കും യുവാക്കളുടെ എണ്ണം കുറയും. അപ്പോൾ ഇതിനാണ് കേരളം. അപ്പോൾ കേരളത്തിന് ഇതൊരു അനിവാര്യമായ കാര്യമല്ലേ? തീർച്ചയായിട്ടും കേരളത്തിൽ ഇത് ഈ ഡെമോഗ്രാഫിക് ഇഷ്യൂസ് വേറെ തരത്തിൽ മതപരമായ ഇഷ്യൂ ആയും വളരുന്നുണ്ട്. നമ്മുടെ ചില മതവിഭാഗങ്ങൾ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് കുടുംബങ്ങളിൽ 5, 6, 7 കുട്ടികൾ ഉള്ള ചില മതവിഭാഗങ്ങളുണ്ട്. അവരുടെ പോപ്പുലേഷൻ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വളരെ ഉയർന്നു. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഭയാനകമാം വിധം ഉയർന്നു. എനിക്ക് തോന്നുന്നു ആന്ധ്രയിൽ ഈ പ്രശ്നം ഉണ്ടായിരിക്കണം. ആന്ധ്രയിലും ഈ പ്രശ്നമുണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ മതപരമായ ഒരു ഇഷ്യൂ ആക്കി ഇതിനെ അവതരിപ്പിക്കാൻ പറ്റില്ല. അദ്ദേഹം ജനറലായിട്ട് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കുട്ടികളെ പെറ്റു വളർത്തുന്ന കുടുംബങ്ങൾക്ക് കൂടുതൽ സഹായം കിട്ടും അവിടെ. അപ്പോൾ അവിടെ മതത്തിൻ്റെ വിവേചനം ഉദിക്കുന്നുമില്ല. പക്ഷേ നമ്മുടെ സങ്കല്പങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ജനറേഷനിലുള്ളവർക്ക് ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബമായിരുന്നു. ഇപ്പോൾ വലിയ കുടുംബമാണ് കൂടുതൽ സന്തുഷ്ട കുടുംബം എന്ന തരത്തിലേക്ക് മുദ്രാവാക്യങ്ങളുടെ ലെവൽ മാറുകയാണ്. അത് പല കുടുംബങ്ങൾക്കും നേരിട്ട് അനുഭവിക്കാൻ തുടങ്ങി. പിന്നെ മാത്രമല്ല, ജനസംഖ്യയാണ് വോട്ടിനെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൽ എണ്ണം കൊണ്ട് വലിപ്പം നിർണ്ണയിക്കുന്ന ഒരു വ്യവസ്ഥയിൽ ജനങ്ങൾ കൂടുതലുണ്ടാകുന്നതാണ് അവിടുത്തെ ഭരണകൂടം നന്നാകാനും അവിടെ നല്ല ഗവൺമെൻറ് ഉണ്ടാകാനും ഒക്കെ നല്ലത്. കാരണം ഇപ്പോഴും വിലപേശുന്നത് ഞങ്ങളുടെ സമുദായത്തിന് ഇത്ര പോപ്പുലേഷനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര മന്ത്രിമാർ വേണം എന്നൊക്കെ വാദിക്കുന്ന തരത്തിലാണ്. ഈഴവർ പറയും ഞങ്ങൾ കേരളത്തിലെ 27% പോപ്പുലേഷൻ. മുസ്ലിങ്ങൾ പറയും ഞങ്ങൾ 30% കൂടുതലാണ്, 30% കൂടുതലാണ്. ക്രിസ്ത്യാനികൾ പറയുക താങ്കൾ 15%, 17%. നായേഴ്സ് പറയും 13, 14%. അപ്പോൾ ഇങ്ങനെ ഓരോ സമുദായവും അവരുടെ പോപ്പുലേഷൻ്റെ വ്യാപ്തി കണക്ക് കൂട്ടിയാണ് റിസോഴ്സസിൻ്റെ അവകാശം ഉന്നയിക്കുന്നത്. റിസർവേഷനായാലും മന്ത്രിസ്ഥാനമായാലും അധികാര മണ്ഡലങ്ങളിലുള്ള അവരുടെ പ്രാതിനിധ്യ പ്രശ്നമായാലും ഇതൊക്കെ പോപ്പുലേഷൻ്റെ ബലത്തിലാണ്. അങ്ങനെ വരികയാണെങ്കിൽ പോപ്പുലേഷൻ കുറയുകയാണെങ്കിൽ ഈ അവകാശവാദവും കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ജനസംഖ്യ ഒരു അനുഗ്രഹമാണ് ഒരു രാജ്യത്തിനും കുടുംബത്തിനും സമുദായത്തിനും സമൂഹത്തിനും. അതുകൊണ്ട് ജനങ്ങൾ ഉണ്ടാകുമ്പോൾ പക്ഷേ ഇതിനൊരു പരിധിയുണ്ട്. നമ്മുടെ റിസോഴ്സസൊക്കെ അങ്ങ് നിന്നു പോയാലോ. അപ്പോൾ പുലർത്താൻ പറ്റുന്ന തരത്തിലുള്ള ജനസംഖ്യ വർധനം അനുവദിക്കേണ്ടത്. പിന്നെ പ്രിയൻ ചോദിച്ച പോലെ യുവാക്കൾ കുറയുകയും
ബാധ്യതയായി വളരുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് ആരോഗ്യകരമായ ഒരു സമൂഹമായിട്ട് നിലനിൽക്കാൻ പറ്റുമോ? ചൈന ആഗതിക്കായിരുന്നു ഈ അടുത്ത് വരെ, ഇപ്പോഴാണ് മാറി തുടങ്ങിയത്. മാറി തുടങ്ങി. അപ്പോൾ ചൈനയിൽ ഇപ്പോൾ വിവാഹത്തെയും കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതെ, മറ്റേത് വൺ ചൈൽഡ് പോളിസി ആയിരുന്നു അത്. അതെ. ആ വൺ ചൈൽഡ് സിംഗിൾ പോളിസി ചൈൽഡ് പോളിസി ആ അപ്പോൾ അത് ഷീ വന്നപ്പോൾ അതെടുത്ത് മാറ്റി. കാരണം അവർക്ക് മനസ്സിലായി ഇവിടെ ഫാക്ടറിയിൽ ജോലി എടുക്കാനും അനുസരണയോടെ പണിയെടുക്കാനും ആൾ വേണമെന്ന്. അതെ, അനുസരിപ്പിക്കാൻ അവർക്കറിയാം അവിടെ വൺ പാർട്ടി സിസ്റ്റമാണ്. പക്ഷേ ജനങ്ങളില്ലെങ്കിലോ ഇപ്പോൾ യൂറോപ്പിലേക്ക് കണക്ക്, യൂറോപ്പ് അഭയാർത്ഥി പ്രഭാവം കൊണ്ട് അഭയാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു. റൊമേനിയയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഒക്കെ ആളുകൾ വന്നോട്ടെ എന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ ഇപ്പം നടു റോഡിൽ ഉച്ചയ്ക്ക് നിസ്കാരമാണ്. ആ സൊസൈറ്റിയുടെ സ്വച്ഛതയെല്ലാം കിട്ടും, അവർ തലവേദന അനുഭവിക്കുക. അപ്പോൾ അതേസമയത്ത് ഗൾഫ് രാജ്യങ്ങൾ അതിനെ യൂറോപ്പിനെ കളിയാക്കുന്നുണ്ട്. ചീപ്പ് ലേബറിന് വേണ്ടി അവർ ഇതുപോലെ എമിഗ്രേഷൻ നിയമങ്ങൾ പിന്നെ ഉദാരമാക്കുകയും അഭയാർത്ഥികളെ പോലെ ജനങ്ങളെല്ലാം അവിടെ തടിച്ചുകൂടുകയും അത് ലുംബിയൻ എലമെൻറ്റ്സ് ആയിരുന്നുവെന്നും അവർക്കൊരു ഡിസിപ്ലിൻഡ് ലൈഫില്ലെന്നും അവരുടെ കൾച്ചർ മോശമാണെന്നും അനുഭവിച്ചപ്പോൾ ഇപ്പം മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ബ്രിട്ടീഷ് പൊളിറ്റിക്സിലെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഈ കുടിയേറ്റക്കാരുടെ ഇഷ്യൂ. കുടിയേറ്റക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രാദേശിക പാർട്ടികൾ, പിന്നെ സ്കോട്ട്ലൻഡിലൊക്കെ പുതിയൊരു പ്രാദേശിക പാർട്ടി തന്നെ ഉയർന്നു, സ്കോട്ടിഷ് നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടിക്കും ലേബർ പാർട്ടിക്കും ബദലായി പ്രാദേശിക പാർട്ടികൾ വന്നിട്ട് കുടിയേറ്റക്കാർക്കെതിരെ അവർക്ക് ജനപിന്തുണയും കിട്ടുന്നു, അവർക്ക് എം പിമാരുണ്ടാകുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ബ്രിട്ടനിലെ വലിയൊരു തലവേദന. ബ്രിട്ടൻ മാത്രമല്ല, വേറെയും ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾക്കും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവരുടെ നേറ്റീവ്സിൻ്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യിക്കാനുള്ള നടപടികൾ ഇനി അവരും ആലോചിക്കും. അത് മുൻകൂട്ടി കണ്ടിരിക്കുന്നു നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു. കേരളത്തിലെയും നമ്മുടെ രാജ്യത്തെ ഹിന്ദു സമൂഹവും കൂടി ഈ കാര്യത്തിലൊന്നും ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു ചെയ്യുന്നത് പോലെ ആ പറയുന്ന കാര്യം ഹിന്ദു സമൂഹം ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ വിപത്തായിരിക്കും വരുന്നത്. 10 വർഷത്തിനകം 10 വർഷത്തിനകം അതിൻ്റെ റെപ്പർക്കഷൻ നമ്മൾ അനുഭവിക്കും. കാരണം ഇന്ന് 8 വയസ്സുള്ളവൻ 10 വർഷം കഴിയുമ്പോൾ വോട്ടറാണ്. അതെ, അതെ. അപ്പോൾ അതാണ് അതിൻ്റെ അകത്തെ പ്രാധാന്യം. ഇത് ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ജനങ്ങൾ അനുഗ്രഹമാണ്. മാത്രമല്ല, മാറുന്ന ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് ഇതനുസരിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം, വികസനം, മറ്റു പ്ലാനിങ് ഇഷ്യൂസ് എല്ലാം നമ്മൾ റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരും. ഫിക്സിങ് എഡ്യൂക്കേഷൻ ഇൻ ദ 21st century ഈസ് എ വെരി മേജർ ചലഞ്ച് ഇൻ ദ വേൾഡ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളാണ് നിങ്ങളിലേക്ക് ഇന്ത്യ ലൈവ് എത്തിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണം.